എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫിസിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ പ്രഷർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് റീസൺസ്, കാരണങ്ങൾ പറയാനാണ് പറഞ്ഞത്. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ കാരണങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെവി വെഹിക്കിൾസ് ഹാവ് മോർ ടയേഴ്സ്, ചരക്ക് വാഹനങ്ങൾക്ക് ടയറുകളുടെ എണ്ണം കൂടുതലായിട്ട് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വലിയ വലിയ ചരക്ക് വാഹനങ്ങളിലല്ലേ ടയറുകളുടെ എണ്ണം കൂടുതലായിട്ട് ബാക്ക് സൈഡിൽ ഒരുപാട് ടയറുകൾ വെക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? ഭാരം കൂടുമ്പോൾ അല്ലേ, ഭാരം കൂടുമ്പോൾ പ്രഷർ അവിടെ കൂടും ഇല്ലേ, പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ റോഡിൽ എന്താണ് കേടുപാടുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, പരിഹരിക്കാൻ വേണ്ടിയാണ് ടയറുകൾ വെക്കുന്നത്. അതായത് ടയറുകളുടെ വെക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, സർഫസ് ഏരിയ അവിടെ കൂടുവാണ് ചെയ്യുന്നത് അല്ലേ, സർഫസ് ഏരിയ കൂടും. അപ്പോൾ എന്താണ് അവിടെ ആക്ട് ചെയ്യുന്ന, റോഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അവിടെ കുറവായിരിക്കും. അതാണ് റീസൺ. നോക്കോട്ടെ ആൻസർ. മോർ ടയേഴ്സ് മീൻ ദ വെഹിക്കിൾസ് വെയിറ്റ് ഈസ് സ്പ്രെഡ് ഓവർ എ ലാർജർ സർഫസ് ഏരിയ. കൂടുതൽ ടയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ വെഹിക്കിളിന്റെ വെയിറ്റ് എങ്ങനെയാണ് ലാർജർ സർഫസ് ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. ദിസ് റെഡ്യൂസസ് പ്രഷർ ഓൺ ദ റോഡ്. കണ്ടോ, ദിസ് റെഡ്യൂസസ് പ്രഷർ ഓൺ ദ റോഡ്. കാരണം നമുക്കറിയാം പ്രഷറിന്റെ ഇക്വേഷൻ ഏതാണ്, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നറിയാം. കൂടുതൽ ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ പ്രഷർ കൂടും അല്ലേ. ഏരിയ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഏരിയയും പ്രഷറും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. അപ്പോൾ ഏരിയ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ പ്രഷർ അവിടെ കുറയും. ആൻഡ് പ്രിവെൻറ്റ്സ് ദ ടയേഴ്സ് ഫ്രം സിങ്കിങ് ഓർ ഗെറ്റിംഗ് ഡാമേജ്ഡ്. മനസ്സിലായല്ലോ, അതായത് താഴോട്ട് സിങ്ക് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ ഡാമേജ് ആവുന്നതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടയറുകളുടെ എണ്ണം കൂടുമ്പോൾ റോഡുമായി സമ്പർക്കമുള്ള ആകെ വിസ്തീർണം ഇല്ല എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഭാരം അതുപോലെ നിലനിൽക്കുമ്പോൾ വിസ്തീർണം കൂടുമ്പോൾ റോഡിൽ ചെലുത്തുന്ന മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത് ഇല്ലേ. ഇത് റോഡിന് കേടുപാടുകൾ സംഭവിക്കാതെ വലിയ ഭാരം വഹിക്കാൻ വാഹനത്തെ സഹായിക്കുന്നു. അതിലൂടെ ടയർ കുഴിയിലോ അല്ലെങ്കിൽ റോഡിലോ താഴ്ന്നു പോകുന്നത്, മുങ്ങിപ്പോകുന്ന വെച്ചാൽ റോഡിലൊക്കെ താഴ്ന്നു പോകാനുള്ള ചാൻസ്. നമ്മൾ ചാപ്റ്ററിന് ആദ്യമേ കണ്ടില്ലായിരുന്നു, ലോറി അല്ലേ ചെളിയിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി പലകിടാമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കൂടുതൽ ടയറുകൾ, കൂടുതൽ ഭാരം കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ കൂടുതൽ ടയർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ദിസ് ഈസ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സം പാസഞ്ചേഴ്സ് എക്സ്പീരിയൻസ് നോസ് ബ്ലീഡ്സ് വെൻ എയർപ്ലെയിൻസ് ഫ്ലൈ അറ്റ് എ ഹൈ ഓൾട്ടിറ്റ്യൂഡ്. വിമാനം ഉയരത്തിലൂടെ പറക്കുമ്പോൾ ചില യാത്രക്കാർക്ക് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുന്നു അല്ലേ. ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മുടെ സീ ലെവലിലുള്ള അന്തരീക്ഷമർദ്ദമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ബോഡിയിലുള്ളിലെ പ്രഷർ ഒരു പർട്ടിക്കുലർ പ്രഷറിലാണ് ഇരിക്കുന്നത്, അതിനേക്കാളും കുറയും ഇല്ല. അപ്പം എന്ത് സംഭവിക്കും, ബോഡിയിലുള്ള നമ്മുടെ വെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, വെയിൻസിലേക്ക് എങ്ങനെയാണ് കൂടുതൽ പ്രഷർ വന്നു കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ആയാലോ, അതാ നോക്കട്ടോ. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് കേട്ടോ. ഹൈ ഓൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ദ ബ്ലഡ് വെസൽസ് ഇൻസൈഡ് ദ നോസ് ആർ അണ്ടർ ഹയർ ഇന്റേണൽ പ്രഷർ കമ്പയർഡ് ടു ദ ഔട്ട്സൈഡ്, സോ ദേ മേ ബേസ്റ്റ് കോസിങ് നോസ് ബ്ലീഡ്സ്. അത് ഉള്ളിൽ എന്താണ് ഹയർ പ്രഷർ ആവും, അതിൻ്റെ ഫലമായിട്ട് എന്താണ് പുറത്തേനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളിൽ ഹയർ പ്രഷർ ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് വെയിൻസുകളൊക്കെ. ഇതാ നോക്കുക കേട്ടോ. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. എന്നാൽ ശരീരത്തിനുള്ളിലെ രക്തക്കുഴലുകളിൽ ഉള്ള മർദ്ദം കൂടുതലായതിനാൽ മൂക്കിലെയും ശരീരത്തിലെയും രക്തക്കുഴലുകൾക്കുള്ളിലെ വായുവും വാതകങ്ങളും വികസിക്കാൻ തുടങ്ങും. മൂക്കിൻ്റെ ഉൾഭാഗത്തുള്ള ലോലമായ രക്തക്കുഴലുകൾക്ക് ഈ മർദ്ദവ്യത്യാസം കാരണം വീക്കം ഉണ്ടാവുകയും ചിലപ്പോൾ പൊട്ടിപ്പോവുകയും ചെയ്യാം. ഇത് രക്തസ്രാവത്തിലേക്ക് നയിക്കുന്നു. ദാറ്റ് ഈസ് എ റീസൺ. അപ്പം മെയിൻ കാരണം എന്താണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ പ്രഷർ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. Then അടുത്തത്, the size of the bubbles rising from the bottom of an aquarium increases gradually. അക്വേറിയത്തിൽ താഴെ നിന്നും വരുന്ന ജലകുമിളുകളുടെ വലിപ്പം കൂടിക്കൂടി വരുന്നു. നമ്മൾ കണ്ടതല്ലേ, താഴെ നിന്ന് പോകുന്നതോറും എങ്ങനെയാണ് കുമിളുകളുടെ വലിപ്പം എങ്ങനെയാണ് കൂടിക്കൂടി പോകാൻ. നമ്മളൊരു ഗ്ലാസ്സിലെ സ്ട്രോ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പഠിച്ചതാണ്. അതിന് കാരണം എന്താണ്, ഡെപ്തിൽ വരുമ്പോൾ എന്താണ്, താഴെ വരുമ്പോൾ പ്രഷർ അവിടെ എങ്ങനെയാണ് കൂടുതലാണ്, ഡെപ്തിൽ വരുമ്പോൾ പ്രഷർ കൂടുതലാണ്. അപ്പം എന്ത് സംഭവിക്കും, ആ പ്രഷർ മൂലം ഇവിടെ എന്താണ് എയർ ബബിൾസിനെ കംപ്രസ് ചെയ്യും ഇല്ലേ. മുകളിലോട്ട് പോകുന്നതോടെ എങ്ങനെയാണ് പ്രഷർ ഇവിടെ കുറയുവാണ് ചെയ്യുന്നില്ല, മുകളിലോട്ട് തോന്നും പ്രഷർ കുറയും. അപ്പം എന്ത് സംഭവിക്കും, അത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ വലിപ്പം അവിടെ കൂടുന്നു. നോക്കോട്ടോ. അറ്റ് ഹയർ ഡെപ്ത് water pressure is high, compressing the air inside the bubbles. As the bubbles rise, the pressure decreases and the trapped air expands, making bubbles larger.
ഓക്കെ, വെള്ളത്തിന്റെ അടിത്തട്ടിൽ വെള്ളത്തിന്റെ മർദ്ദം കൂടുതലാണ് അല്ലേ, അതിനാൽ ബബിളിന്റെ ഉള്ളിലുള്ള വായുവിനെ അത് അമർത്തുകയാണ് ചെയ്യുന്നത്. ബബിൾ മേളിലേക്ക് കയറുമ്പോൾ മർദ്ദം കുറയുന്നു, പുറത്തുള്ള മർദ്ദം കുറയുമ്പോൾ ബബിളിന്റെ ഉള്ളിലെ വായു അവിടെ വികസിക്കുന്നു, അതിനാൽ ബബിളിന്റെ വലിപ്പം അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ലിക്വിഡ് പ്രഷറിന്റെ ഭാഗം നല്ലോണം ഒന്ന് കാണുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫൗണ്ടേഷൻ ഓഫ് ബിൽഡിംഗ് ഈസ് മെയ്ഡ് വൈഡർ. കെട്ടിടങ്ങളുടെ തറ പണിയുമ്പോൾ അടിഭാഗം വീതി കൂട്ടി നിർമ്മിക്കുന്നു. അറിയാമല്ലേ, കെട്ടിടങ്ങളിലൊക്കെ അടിഭാഗം പണിയുമ്പോൾ എങ്ങനെയാണ്, അടിത്തറയുണ്ടല്ലോ അതെങ്ങനെയാണ് നല്ല വീതി കൂട്ടിയാണ് പണിയുന്നത്. അതിന് കാരണം എന്താണ്, നമ്മൾ നേരത്തെ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ പോലെ തന്നെ ടയറിന്റെ കേസ് പറഞ്ഞല്ലേ, വീതി കൂടുമ്പോൾ എന്താണ്, സർഫസ് ഏരിയ അവിടെ കൂടും, അപ്പം എന്താണ് പ്രഷർ അവിടെ കുറയും. നമ്മുടെ അതിന് മുകളിലോട്ടല്ലേ വെയിറ്റ് വരുന്നത്, ബിൽഡിങ്ങിന്റെ മേളിലോട്ടാണ് വെയിറ്റ് വരുന്നത്. അപ്പം താഴ്ഭാഗം വീതി കൂടുമ്പോൾ എന്താണ്, വരുന്ന പ്രഷർ അവിടെ എന്താണ് സംഭവിക്കുന്നത്, പ്രഷർ അവിടെ കുറയുകയാണ് ചെയ്യുന്നത് ഇല്ല. അപ്പം ബിൽഡിംഗ് മുകളിലോട്ടുള്ള ബിൽഡിങ്ങിനെ അവിടെ താങ്ങി നിർത്താൻ സാധിക്കും, കുഴിഞ്ഞു പോകാതെയൊക്കെ. നോക്കോട്ടോ, എ വൈഡർ ഫൗണ്ടേഷൻ സ്പ്രെഡ്സ് ദ വെയിറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഓവർ എ ലാർജർ ഏരിയ. This reduces pressure on the ground and prevents the building from sinking into the soil or causing the ground to shift, which ensures the structure stability and longevity. അതായത് സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, പ്രഷർ അവിടെ കുറയും. അപ്പോൾ എന്താണ്, താഴ്ന്നു പോകുന്നതിനോ അല്ലെങ്കിൽ മാറിപ്പോകുന്നതിനോ ഒക്കെയുള്ള സാഹചര്യം അവിടെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ നല്ല സ്ട്രക്ചർ, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അവിടെ ലഭിക്കുന്നത്. നോക്കൂ കേട്ടോ, കെട്ടിടത്തിന്റെ ഭാരം വലിയൊരു വിസ്തീർണത്തിൽ വിതരണം ചെയ്യാൻ വിസ്താരമുള്ള അടിത്തറ സഹായിക്കുന്നു. വിസ്തീർണം കൂടുമ്പോൾ മണ്ണിൽ ചെലുത്തുന്ന മർദ്ദം എങ്ങനെയാണ്, കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന മർദ്ദം കുറയും. അതുമൂലം കെട്ടിടം മണ്ണിലേക്ക് താഴ്ന്ന് തടയാനും മണ്ണിന്റെ സ്ഥാനചലനം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് കെട്ടിടത്തിന് സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അവിടെ നൽകുന്നു. നെക്സ്റ്റ് വൺ നോക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which of the bottles below shows the shape of rising bubbles correctly? Explain why. ഒരു കുപ്പിയിൽ കണ്ടില്ലേ കുമിളകൾ നിറച്ചിരിക്കുകയാണ്. അപ്പം ജലത്തിന്റെ അടിയിൽ നിന്നും കുമിളകൾ പൊങ്ങി വരുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിയായ ചിത്രം ഏതാണ്, നമ്മൾ മുമ്പ് കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞാണ് ഏതാണ് ശരിയായ ചിത്രം വരുന്നത്, സി ആണല്ലേ. അടിത്തട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ പ്രഷർ കൂടുതലാണല്ലേ. അടിത്തട്ടിൽ വരുമ്പോൾ എന്താണ് പ്രഷർ, ഇവിടെ വരുമ്പോൾ പ്രഷർ കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. മുകളിലോട്ട് പോകുന്നതോറും എന്താണ് സംഭവിക്കുന്നത്, പ്രഷർ അവിടെ കുറയും. അപ്പോൾ അവിടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ കണ്ട കാര്യം തന്നെ കേട്ടോ. At a greater depth, water pressure is high, compressing the air inside the bubbles. As the bubble rise, the pressure decreases and the trapped air expands, making the bubbles larger. നമ്മൾ അക്വേറിയത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ കേട്ടോ. വെള്ളത്തിന്റെ അടിത്തട്ടിൽ വെള്ളത്തിന് മർദ്ദം കൂടുതലാണ്, അതിനാൽ ബബിളിന്റെ ഉള്ളിലുള്ള വായുവിനെ അമർത്തുന്നു. ബബിൾ മേലോട്ട് കയറുമ്പോൾ മർദ്ദം കുറയുന്നു, പുറത്തുള്ള മർദ്ദം കുറയുമ്പോൾ ബബിളിന്റെ ഉള്ളിലെ വായു അവിടെ വികസിക്കുകയാണ് ചെയ്യുന്നത്, അതിനാൽ ബബിളിന്റെ വലിപ്പം കൂടുന്നു. റീസൺ അതാണ് കേട്ടോ. മൂന്നാമത്തെ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഒബ്സർവ് ദ പിക്ചർ ബിലോ. Which of the following jars containing the same liquid will experience the highest pressure at the bottom? ഉണ്ടല്ലേ, 3 പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, എന്നാണ് സെയിം ലിക്വിഡാണ്, 3ലും എടുത്തിരിക്കുന്ന സെയിം ലിക്വിഡാണ്. അപ്പം തന്നെ ഓർത്തോണം അതിൻ്റെ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. ഡെൻസിറ്റി റോ കേട്ടോ, ഡെൻസിറ്റി സിമ്പിൾ ഇതാണ് കേട്ടോ, റോ എന്നാണ് ഇത് വായിക്കുന്നത്. ഡെൻസിറ്റി സെയിം ലിക്വിഡ് ആകുമ്പം എന്താണ് ഡെൻസിറ്റി അവിടെ സെയിം ആയിരിക്കും. അപ്പോൾ ഏതിനായിരിക്കും താഴെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലിക്വിഡ് പ്രഷറിൻ്റെ കേസിൽ 2 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഡെൻസിറ്റി ഇല്ലേ, ഡെൻസിറ്റി അതുപോലെ തന്നെ ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് 3ലും എങ്ങനെയാണ് ഒരുപോലെയല്ലേ, മനസ്സിലാകുന്നല്ലോ, ഒരുപോലെയാണ് 3ലും വന്നത്. അപ്പോൾ ഡെൻസിറ്റിയും സെയിം ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും 3ലും ഒരുപോലെ ആയിരിക്കും അടിത്തട്ടിൽ എന്ത് അനുഭവപ്പെടുന്നത്, പ്രഷർ അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ. എന്താ നോക്കുക, ഓൾ ദ ജാർസ് ABC experience the same pressure at the bottom because the height and the density of the liquid column are the same in each jar. 3 ജാറിലും എങ്ങനെയാണ് എന്താണ് ദ്രാവകത്തിൻ്റെ ഉയരവും അതുപോലെ തന്നെ സാന്ദ്രതയും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സെയിം ലിക്വിഡ് ആയതുകൊണ്ട് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എങ്ങനെയാണ് ഒരുപോലെയാണ്. റീസൺ നോക്കോട്ടോ. The pressure at the bottom of a liquid depends on the depth of the liquid column and the density of the liquid. നമ്മൾ പഠിച്ചാണ് ലിക്വിഡ് പ്രഷറിൻ്റെ കേസിൽ ഇല്ലേ, പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഒന്ന് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ആൻഡ് പിന്നെന്താണ് പറയുന്നത് ഡെപ്ത് ഓഫ് ദി വാട്ടർ കോളം. അപ്പോൾ ഇത് രണ്ടും ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി വാട്ടർ കോളം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഒരുപോലെ ആയതുകൊണ്ട് എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും അടിത്തട്ടിൽ പ്രഷർ അനുഭവപ്പെടുന്നത്.
മനസ്സിലായല്ലോ? അതവിടെ എഴുതിയിട്ടുണ്ട്. ദ്രാവകത്തിന്റെ അടിത്തട്ടിലെ മർദ്ദം ആ വാട്ടർ കോളത്തിന്റെ ആഴത്തെ അല്ലെങ്കിൽ ഉയരത്തെ എന്താണ് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ദ്രാവകത്തിന്റെ സാന്ദ്രതയും അവിടെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ആശ്രയിക്കുന്നു എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 4th വൺ. കുക്കിംഗ് ഈസ് ഫാസ്റ്റർ ഇൻ എ പ്രഷർ കുക്കർ ദാൻ ഇൻ ആൻ ഓപ്പൺ വെസൽ. എക്സ്പ്ലെയിൻ വൈ. തുറന്നു വെച്ച പാത്രത്തിൽ പാകം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ പ്രഷർ കുക്കറിൽ പാകം ചെയ്യാൻ സാധിക്കുന്നു. ഇതിന്റെ പ്രവർത്തന തത്വം അറിയാം ഇല്ലേ? പ്രഷർ കുക്കർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം പ്രഷറാണ് ഇല്ല, അടച്ചു വെച്ചിരിക്കുകയാണ്. തുറന്നു വെച്ചിരിക്കുന്ന പാത്രവും അടച്ചു വെച്ചിരിക്കുന്ന പാത്രവും തമ്മിൽ എന്താണ് വ്യത്യാസം? തുറന്നു വെച്ചിരിക്കുന്ന പാത്രത്തിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടുത്തെ ഇത് ചൂടാവുന്നുണ്ട്, അത് പിന്നെ ആവിയായിട്ട് കുറേ പോകും. അതേസമയം ക്ലോസ്ഡ് ആയിട്ടുള്ള പാത്രത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ ഉള്ളിലെ പ്രഷർ എങ്ങനെയാണ്? പ്രഷർ അവിടെ കൂടും അല്ലേ? ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ പ്രഷർ കൂടും. അപ്പോൾ ആ ബോയിലിംഗ് പോയിന്റ്, ഇവിടെ ഉള്ളിലുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് അവിടെ കൂടും, തിളനില അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നത് തിളയ്ക്കുകയും പെട്ടെന്നത് വേകുകയും ചെയ്യും. ഹൈ പ്രഷറിലായിരിക്കുമ്പോൾ പെട്ടെന്നത് വേകും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് അവിടെ ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? കുക്കിംഗ് ഫാസ്റ്റ് ഇൻ എ പ്രഷർ കുക്കർ ബിക്കോസ് ദ പ്രഷർ ഇൻസൈഡ് ദ കുക്കർ ഇൻക്രീസസ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് അല്ലേ? ആ കുക്കറിനുള്ള പ്രഷർ എങ്ങനെയാണ്? കൂടും. നമ്മൾ പഠിച്ചാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടും എന്നുള്ളൊരു കാര്യം പഠിച്ചാണ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, പ്രഷർ ഓൾസോ ഇൻക്രീസസ് നമ്മൾ പഠിച്ചാണ്. ആസ് ദ പ്രഷർ ഇൻക്രീസസ് എന്ത് സംഭവിക്കും? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഓൾസോ ഇൻക്രീസസ്. പ്രഷർ കൂടുമ്പോൾ വെള്ളത്തിന്റെ തിളനില പെട്ടെന്ന് കൂടും, പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യും. സോ ദ ഫുഡ് കുക്സ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ മേക്കിംഗ് ദ കുക്കിംഗ് പ്രോസസ് ഫാസ്റ്റർ ദാൻ ഇൻ ആൻ ഓപ്പൺ വെസൽ. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പെട്ടെന്ന് തന്നെ തിളയ്ക്കും നല്ലോണം ടെമ്പറേച്ചർ അല്ലേ, അപ്പം നല്ലോണം തിളയ്ക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ പുറത്തോട്ടൊന്നും പോകുന്നില്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ പെട്ടെന്ന് അത് കുക്കാവുകയും ചെയ്യും. താപം കൂടുമ്പോൾ കുക്കറിനുള്ളിലെ മർദ്ദം അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മർദ്ദം വർദ്ധിക്കുന്നതനുസരിച്ച് വെള്ളത്തിന്റെ തിളനിലയും വർദ്ധിക്കുന്നു കേട്ടോ. അതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. അതിനാൽ തുറന്ന പാത്രത്തിനുള്ളിനേക്കാൾ ഉയർന്ന താപനിലയിൽ ഭക്ഷണം പ്രഷർ കുക്കറിൽ വേഗത്തിൽ പാകം ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കേട്ടോ, ബോയിലിംഗ് പോയിന്റ് തിളനില കേട്ടോ, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറും എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നിങ്ങളുടെ ലെറ്റസ്റ്റ് എസ്സസിലുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രഷറും അതുപോലെ സർഫസ് ഏരിയയും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രഷർ, ലിക്വിഡ് പ്രഷറും അതുപോലെ തന്നെ എന്താണ് ഡെപ്തും ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് കമ്പയർ ചെയ്തും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ എഴുതുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ചാപ്റ്റർ എടുത്തിരിക്കുന്നത്. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓരോരോ സെക്ഷൻ ഒന്ന് നല്ലോണം കാണുക കേട്ടോ. ഇത് നമുക്ക് അഡ്വാൻസ് ലെവലിൽ ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് ബേസ് ആണ് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ പ്രഷർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതാണ് ഇതെല്ലാം. അപ്പോൾ ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഈ ബേസ് ഒന്നും ആരും പറഞ്ഞു തരില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ക്ലാസ് ഇഷ്ടമായിട്ടാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്